ചെക്കന്മാർക്ക് ആൻറ്റിമാരുടെ കൂടുതൽ താല്പര്യം. ആ മനസ്സിലായോ? അതിപ്പോൾ ഉള്ള അങ്ങനെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 34 വയസ്സിന് മേലുള്ള ചെക്കന്മാരിഷ്ടം. രണ്ടാമത് കല്യാണം കഴിഞ്ഞ് ഭാര്യ മരിച്ചു പോയവർ, അല്ലെങ്കിൽ ഭാര്യയായിട്ട് ഡൈവോഴ്സ് ആയവർ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു 35 അവർക്ക് നല്ല പ്രാപ്തി ഉണ്ടാവും, കുടുംബപ്രാപ്തി ഉണ്ടാവും. അല്ല വെറീസ, കുടുംബം നോക്കാനും ഒരു കുടുംബത്തിൽ കയറി പറയാനുള്ളൊരു ഇത് കാണും. മനസ്സിലായോ? ഈ 30, 28, 27 വയസ്സായ ചെക്കനെ വെച്ചാൽ അവർക്ക് കുടുംബം നോക്കാനുള്ള പ്രാപ്തി ഇല്ല. അവർക്ക് ഫുള്ളും ആ സോഷ്യൽ മീഡിയയിൽ ആ ഒരു മൈൻഡാണ്. മനസ്സിലായോ? കറക്റ്റല്ലേ ഷെർലെ? സത്യം. ഒരു കുടുംബം എന്ന് പറയുന്നത് ആ ഒരു കുടുംബത്തെ ഒരു ഗൃഹനാഥനായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് നിൽക്കണം. അല്ലാതെ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ കോവിലത്തെ മൈനമലയൊക്കെ കല്യാണം വെച്ചിട്ട് കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാൻ പറ്റും. എന്തായാലും അവന് എയർലായി. അവൻ്റെ ഫോട്ടോ എല്ലാവരും കണ്ട് വിളിച്ചു. ആരാ? നാട്ടിൽ നിന്ന് വന്നു. ആ ഞാൻ എത്തി. ഞാൻ കണ്ടില്ല. ഞാൻ വാട്സപ്പിൽ ഇട്ടുതരാം. ഇപ്പൊ റേസിക്ക് എവിടെ? കണ്ടില്ലേ? ഇതാ ഫോട്ടോ. ഏട്ടാ വിളിക്കുന്ന ഇരിപ്പ് വേണ്ട. കണ്ട ഇത്ര കളറൊന്നുമില്ല. കറുത്തട്ടാ. ചേച്ചിയെ പോലെ തന്നെ കറുത്തട്ടാണ്. എവിടെയാ പ്ലേസ്? നല്ല ചക്കനാണല്ലോ. അന്ന് കുഞ്ഞിത് കുണ്ടമൂച്ചി കൊടുക്കും. ഇപ്പം മൈരയാണ് തന്നെ. ഒരുമിച്ചുള്ള ഫോട്ടോയോ? എന്ത് ഇതിപ്പോ ചേച്ചിന്റെ ഫോട്ടോ കാണിച്ചല്ലോ. ഗുട്ടൊക്കെ ആരുടെ? ഗോൾഡൊക്കെ ഗോൾഡൊന്നുമല്ല, അതൊക്കെ വരവിൻ്റെ ഇരിക്കും. ഗോൾഡൊന്നുമില്ല. അയ്യേ, ചേച്ചിക്ക് അത്യാവശ്യം കഴുത്തേലും കാതിലും കായലും സ്വർണ്ണം കിടപ്പുണ്ട്. ആ 2 മണി ഗോൾഡ് ആവില്ല. ചിത്ര സിനിമയെ കണ്ടില്ലേ? ആ സിനിമയിലെ നായികയായി വിജിമോൾ എൻ്റെ മനസ്സിൽ വരുന്നു. അന്ന് ടൂർ പോയപ്പോൾ പോലും വിജിയോട് പറഞ്ഞില്ലല്ലോ അല്ലേ? അതിപ്പോൾ എടുത്ത തീരുമാനമാണ്. അത് കുറേ നാളുണ്ടാവും. നിങ്ങൾ കുറേ നാളെ ഞാൻ തന്നെ പറയും അത് ഡൈവോഴ്സ് ആയി. ടെൻഷൻ വേണ്ട. ഡൈവോഴ്സ് ആവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതായത് മീൻസ് നമുക്ക് രണ്ടാമത് കിട്ടിയ ജീവിതമല്ലേ, എൻജോയ് ചെയ്തിട്ട് എന്താ പറയുക, പോട്ടയല്ലേ അല്ലേ ഷെറിനെ? നമുക്ക് അത് ലൈഫ് അടിപൊളിയായി വഴക്കുകളില്ലാണ്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോകേണ്ടതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ചേച്ചി നല്ല രീതിയിൽ, ചേച്ചി നല്ല ലൈഫിലേക്ക് എത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാണ്. പക്ഷേ അതെ, നന്നായി പോട്ടെ. പിന്നെ എന്നെ കിടന്നിട്ട് കണക്കാൻ വന്നു കഴിഞ്ഞാൽ അത് സ്വന്തം ചേടത്തി ആയാലും ശരി, സ്വന്തം മയനാലും ശരി, ഞാൻ പിടിച്ചിട്ട് വലിച്ചിരിക്കും. അവരവരെ വഴിക്ക് പോകണം. എൻ്റെ പുറകെ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് അമ്മേനെ വിളിച്ചിട്ട് കൊണവണ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും തീർന്നു. എനിക്ക് അവിടെ ഒരു ബന്ധവും ഇല്ല, സ്വന്തം കൂടപ്പുറപ്പൊന്നും ഇല്ല. അവളൊക്കെ ഞാൻ വിളിച്ചു പറയും. എൻ്റെ വഴിക്ക് വന്നു കഴിഞ്ഞാൽ അവർ കല്യാണം കഴിച്ച് അവരുടെ ലൈഫ് അവർ മുന്നോട്ട് പോട്ടെ. അവർക്ക് നമുക്ക് എന്താ പറയുക പ്രാർത്ഥിക്കാൻ വേണ്ടത് അല്ലേ? അവരവരുടെ ലൈഫ് അവർ എൻജോയ് ചെയ്തിട്ട് മക്കളാണെങ്കിൽ അതൊക്കെ അവരുടെ ലൈഫ്. കല്യാണമാണ്. ഒരു പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ അത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അത് പ്രത്യേകിച്ച് എൻ്റെ ചേച്ചി. പിന്നെ എൻ്റെ പിന്നാലെ വന്നിട്ട് ബിജി അല്ലെങ്കിൽ അമ്മേനോട് വിളിച്ചിട്ട് അങ്ങനെ കുടച്ചു, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ കുടച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കൂടപ്പുറപ്പാന്ന് ഞാൻ നോക്കില്ല. ആ കത്രയോ എല്ലാം എൻ്റെ വഴിക്ക് വിട്ടേക്കണം. എന്താ ചേർന്നേ? എനിക്ക് ആ ഒരു ഇതേ ഉള്ളൂ എൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് അവർ കല്യാണം കഴിച്ചാലോ മക്കളോ ഉണ്ടാക്കിയാലോ ഒരു കവച്ച് വെച്ച് കൊടുത്താലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, ഞാനും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, എന്നെ പുറത്ത് കയറാൻ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞാൻ വെറുതെ വിട്ടു കൊടുക്കില്ല. അതിപ്പോൾ സ്വന്തം കൂടപ്പറപ്പിൽ നിന്നും സ്വന്തം തള്ളയാണെങ്കിലും സ്വന്തം അപ്പനാണെങ്കിലും ശരി, ഞാൻ വിട്ടു കൊടുക്കില്ല. അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയോ? അമ്മച്ചിക്ക് വിട്ടു കൊടുത്തിട്ടുണ്ട്.
ഇനി എന്തായാലും ചേച്ചിക്ക് പള്ളി മുഖേന ചേച്ചിയുടെ പേരൊക്കെ വെട്ടിക്കും. അന്യപുരുഷന്റെ അന്യജാതി മതത്തിലേക്കല്ലേ പോയേക്കണേ. അപ്പം ഇനി ചേച്ചിക്ക് പള്ളിക്കാരായിട്ടൊരു കണക്ഷൻ ഇല്ല. ദൈവമേ, പള്ളിക്കാരായിട്ട് കണക്ഷൻ ഇല്ല. കാരണം എൻ്റെ അമ്മച്ചിയുടെ അനിയത്തിക്ക് ഇതേപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എല്ലായിടവും പേര് വെട്ടിച്ചു. പള്ളി കയറാൻ പോലും ഒരു അർഹത ഉണ്ടായില്ല. അതിനും വേണം ഒരു യോഗം. മനസ്സിലായോ? ആലപ്പുഴയ്ക്ക് കെട്ടിച്ചാണ്. ആലപ്പുഴ പൊളിയാണല്ലോ. ഞാനിപ്പോൾ വരെ പോവാ. PKS പൊളി ചക്കനാണോ പറയാ. ആലപ്പുഴ എവിടെയാ? എന്തോ ഒരു കൃജസഭനോ അങ്ങനെ എന്തോ അവിടെ എൻ്റെ അടുത്താന്ന് തോന്നുന്നു. എനിക്കറിയില്ല. എന്നോടുള്ള വാശിക്കും അമ്മച്ചോടുള്ള വാശിക്കും പോയതിപ്പം. മേഘന ഓക്കെ. എനിക്ക് നാട്ടിലുള്ളപ്പോൾ എൻ്റെ നടത്താഞ്ഞത്. ഞാൻ നാട്ടിലുള്ളപ്പം അവരുടെ ചേട്ടത്തിയമ്മ വിളിച്ചു പറഞ്ഞു, അനീത്തി വരാൻ പാടില്ല, അനീത്തിനെ അറിയിക്കരുത്, നിങ്ങൾ അനീത്തി നീ തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല, അനീത്തിനെ മറക്കണം എന്നൊക്കെയാണ് ഈ ചേട്ടത്തിയമ്മയുടെ ഓർഡർ. നന്നായി ജീവിക്കട്ടെ. കറക്റ്റ്. ആ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മയായിട്ടുള്ള ബന്ധം മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞു. അനീറ്റിയായിട്ട് ഒരു ബന്ധം വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. അത് ചേച്ചി അമ്മച്ചിനോട് പറഞ്ഞു, അമ്മച്ചി അത് എന്നോട് പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നു. അനീത്തി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കല്യായി. എനിക്കറിയണം എങ്ങനെയാ. ആലപ്പുഴയാന്ന് തോന്നുന്നു. എനിക്ക് അവനാണ്. എനിക്ക് അത്ര പരിചയമില്ല. ഞാൻ അവ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നോ? എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മച്ചിയുടെ ഞാൻ വീട്ടിൽ പുറത്താക്കും അവരെ കെട്ടി കഴിഞ്ഞാൽ. വീട്ടിൽ അവനെ വരുത്തണ്ട. വീട്ടിൽ വരുത്തില്ല. പിന്നെ അവർ എവിടെ പോകും? അവന് വീടുണ്ടല്ലോ. പിന്നെ എൻ്റെ വീട്ടിൽ കയറ്റി കിടത്താനാ? നടന്ന തന്നെ. നീ ആള് ശരിയല്ല. ഓക്കെ. നീ ഇവിടെ നിന്ന് കുറെ നേരിട്ട് നീ ഇന്നലെ തുടങ്ങി മിനിങ്ങാന്ന് തുടങ്ങി കുണുണാന്ന് പറയണയാണ്. കേട്ടല്ലോ? എനിക്കത് ഇഷ്ടമല്ല. മാന്യമായിട്ട് സംസാരിക്കും. കളിയാക്കാണ്ട്. കൊണ്ടുവന്ന സാധനങ്ങൾ തീർന്നു. ഉണക്കമ്മി മാത്രം ഒരുപാട്. എനിക്കൊന്നും കൊണ്ടുവന്നില്ലല്ലോ.